ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ 5 തരത്തിലുള്ള ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാമെന്ന്. അപ്പോൾ 5 തരത്തിൽ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ലഞ്ച് ബോക്സ് റെസിപ്പീസ് ആണ് കേട്ടോ. ഡേ 1 ഫസ്റ്റ് റെസിപ്പി നോക്കാം. രസം റൈസാണ്, രസം സാദമാണ്. ഞാൻ ചെയ്യാൻ പോകുന്നതൊക്കെ 1 പോട്ട് റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. രസം സാദത്തിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പൊന്നി അരിയാണ് വേണ്ടത്. അതായത് നമ്മളിവിടെ തമിഴ്നാട്ടിലൊക്കെ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ ഇത്. ഈ അരി ഓൺലൈനിലും ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ റൈസിലാണ് നമ്മൾ കൂടുതലായിട്ടും എല്ലാ വെറൈറ്റി റൈസും ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 3/4 ഗ്ലാസോളം പൊന്നി റൈസ് എടുത്തു. അതേപോലെ തന്നെ ഒരു 1/4 ഗ്ലാസോളം സാമ്പാർ പരിപ്പാണ് എടുത്തേക്കുന്നത്. രണ്ടും നല്ല ബ്രാൻഡ് നോക്കി എടുക്കുക. ഞങ്ങൾ VIP റൈസാണ് പൊന്നി റൈസ് മേടിക്കുന്നത്. പിന്നെ സാമ്പാർ പരിപ്പ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിന് എടുത്താൽ മതി. എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് നമുക്ക് കഴുകി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് 30 മിനിറ്റ് വെക്കണം. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയും കൂടി, വാളൻ പുളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് ആദ്യമേ തന്നെ 30 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കണം. തലേ ദിവസം ഈ അരിയും പരിപ്പും ഒക്കെ എടുത്ത് അളന്ന് വെച്ചേക്കുവാണെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ നമുക്ക് വെള്ളത്തിലിട്ടേക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാനും ഈസി ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ രസം സാദം വെക്കാനുള്ള കൂട്ട് തയ്യാറാക്കുവാണ്. ഒരു 7-8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് വെളുത്തുള്ളി ആയിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങൾക്ക് ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് എടുത്താൽ മതി. പിന്നെ ഒരു പിടിയോളം നല്ല കറുത്ത കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം നല്ല ജീരകം, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും കൂടി ചേർത്തിട്ട് വെള്ളമൊന്നും ഇല്ലാതെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡർ ആക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു കൂട്ടാണ് നമ്മൾ രസസാദം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ സാധാരണ രസം വെക്കുന്നതിനും ഇങ്ങനെ തന്നെയാണ് ഞാൻ പൗഡർ ചെയ്യാറുള്ളത്. എപ്പോഴും നമ്മൾ രസമൊക്കെ വെക്കുമ്പോൾ ഇതുപോലെ ഫ്രഷ് ആയിട്ട് അരച്ചെടുക്കുന്ന പൊടികളാണ് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും തരുന്നത്, നല്ലൊരു സ്മെല്ലും ഒക്കെ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആദ്യമേ തന്നെ മസാല അരച്ചെടുക്കാം. നമ്മളിത് കുക്കറിലാണ് വെക്കാനായിട്ട് പോകുന്നത്. കുക്കർ നന്നായിട്ട് കഴുകി തുടച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ. എന്നിട്ട് കടുക് പൊട്ടിക്കാം. പിന്നെ കുറച്ച് ഉലുവ, പിന്നെ കറിവേപ്പില, ഒരു തണ്ടോളം കറിവേപ്പില എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതൊന്ന് മൊരിഞ്ഞ് നന്നായിട്ട് പൊട്ടിയൊക്കെ വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഫൈനായിട്ട് പൊടിച്ച് വെച്ചേക്കുന്ന ഒരു പേസ്റ്റ് ഇല്ലേ, അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഫൈൻ ആക്കണ്ട, ഒന്ന് ചെറിയൊരു തരിതരിയായിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. മക്കൾക്ക് കൊടുക്കുന്നത് ആയതുകൊണ്ടാണ് കുറച്ച് നല്ല ഫൈൻ ആക്കാൻ പറയുന്നത്. ഞാൻ എടുത്തിട്ടുള്ള എണ്ണ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. കരിഞ്ഞ് പോകാത്ത രീതിയിലൊന്ന് മൊരിയിച്ചെടുക്കുക. ഇനി അതിലേക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല പഴുത്ത തക്കാളി എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് അതിങ്ങനെ ഉടച്ചെടുക്കുക. ഒന്ന് വേവിച്ചെടുക്കണം തക്കാളി. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് തക്കാളി ഒന്ന് ഉടഞ്ഞു വരട്ടെ. ഇനി നമുക്ക് ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സാമ്പാർ പൊടി ചേർക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇപ്പോൾ സാമ്പാർ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം രസം പൊടി ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടിയോ സാമ്പാർ പൊടിയോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയും പരിപ്പും കൂടി ചേർത്ത് ഇതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉണ്ടാക്കാനായിട്ട്. എന്നാലേ അരി നന്നായിട്ട് വേവിച്ച് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന പുളി നന്നായിട്ട് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 2 ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളമാണ് എടുക്കേണ്ടത്. ആ ഒരു അരിയും പരിപ്പും ഒക്കെ അളന്നിട്ടുള്ള അതേ ഗ്ലാസ്സിൽ തന്നെ ആയിരിക്കണം വെള്ളം അളന്നെടുക്കേണ്ടത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ വെറൈറ്റി റൈസസ് പ്രത്യേകിച്ച് കുക്കറിൽ ചെയ്യുമ്പോൾ എപ്പോഴും ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പച്ചവെള്ളം ഒഴിക്കരുത്, ടേസ്റ്റ് കിട്ടത്തില്ല. അതുപോലെ തന്നെ ആദ്യമേ തന്നെ നമ്മൾ പാകത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് പുളിവെള്ളവും എല്ലാം കൂടി ചേർത്തിട്ട് ഏകദേശം 2.5 ഗ്ലാസോളം വെള്ളമാണ് ആയിട്ടുള്ളത്. 2 ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളവും 1/2 ഗ്ലാസോളം നമ്മൾ പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളവും ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടിയൊക്കെ ചേർത്ത് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവസാനമായിട്ട് അതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷം മാത്രം കുക്കർ വെച്ചിട്ട് ഒരു 4 വിസിൽ കേൾപ്പിക്കുക. 4-5 വിസിൽ കേൾപ്പിക്കുക കേട്ടോ. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന അളവിനനുസരിച്ചാണെങ്കിൽ 4 വിസിൽ
കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വെന്തിട്ടുള്ളത്. ഇനി നമ്മളത് നല്ലപോലെ ഈ പരിപ്പും അരിയൊക്കെ ഒന്ന് യോജിച്ച് വരുന്ന രീതിയിലൊന്ന് ഉടച്ചെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് ഉടച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. ഞങ്ങൾ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അരി. അപ്പോൾ ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 വിസിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 2.5 ഗ്ലാസ് വെള്ളം ചേർക്കേണ്ടി വരും. കുറച്ച് വെള്ളം കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇത് ശരിക്കും ചൂടോടുകൂടി കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പം ഞാനത് ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടി നല്ല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം തിളപ്പിച്ച് ചൂടാക്കി ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് മക്കൾക്ക് കൊടുത്തു വിടാം. അപ്പം ഞങ്ങൾക്ക് കുറച്ച് തിക്നെസ്സോട് കൂടി ഇരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഈസിയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതിന്റെ സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും തോരനോ മെഴുക്ക് വരട്ടിയൊക്കെ വെക്കുന്നതാണ് നല്ലത്. വേണമെന്നുണ്ടെങ്കിൽ പപ്പടം പൊരിച്ചത് കൊടുക്കാം. ഒരു മുട്ട വറുത്തതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. വേറെ കറിയൊന്നും വേണ്ട. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്. മക്കൾക്ക് കോൾഡോ പനിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്തൊക്കെ മക്കൾക്ക് സ്കൂളിൽ കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ്. നിങ്ങൾക്കും വീട്ടിൽ ഇത് ഉണ്ടാക്കി കഴിക്കാം. നല്ല എരിവും പുളിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വേറെ സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഞാൻ ഇന്ന് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയാണ് സ്കൂളിൽ മോൾക്ക് കൊടുത്തു വിടുന്നത് കേട്ടോ. രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഡേ 2 നമ്മൾ ചെയ്യുന്നത് ലെമൺ റൈസ് ആണ്. എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളൊരു റൈസ് വെറൈറ്റിയാണ് ഈ ലെമൺ റൈസ്. അതിന് വേണ്ടിയിട്ട് പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചേർക്കാം. ഇനി അതിലേക്ക് കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിക്കാം. പിന്നെ മെയിനായിട്ട് ചേർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതുപോലത്തെ കപ്പലണ്ടി ഉണ്ടല്ലോ, നിലക്കടല, ഇതാണ് ചേർക്കേണ്ടത്. ഞാൻ ഏകദേശം 1 പിടിയോളം ചേർത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ കപ്പലണ്ടി നന്നായിട്ട് കടിക്കാൻ കിട്ടുന്നതൊക്കെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇതിന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കപ്പലണ്ടി ഒന്ന് മൊരിയിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ഒരു 1/4 ടീസ്പൂണിന് താഴെ ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ചധികം തന്നെ ഉപ്പ് ചേർക്കുന്നുണ്ട്. ലെമൺ റൈസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ചോറിട്ടിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 3 നാരങ്ങയുടെ നീര് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫാണ്. ഈ പാൻ ചൂടായിരിക്കുന്ന സമയത്ത് അതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കയ്പുണ്ടാവും. ലെമൺ റൈസ് കഴിക്കാനും അത്ര ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ നമ്മൾ ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ലെമൺ ചേർത്ത് കൊടുത്തിട്ട് ഒന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന നല്ല ചൂടുള്ള ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തലേ ദിവസത്തെ ചോറ് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഒന്നും കൂടി ചോറ് ഒന്ന് തിളപ്പിച്ചൊക്കെ എടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. കാരണം നല്ല ചൂടുള്ള ചോറ് ഇതിലേക്ക് ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമ്മൾ ഈ ലെമൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം 1 ഗ്ലാസ് അരി വേവിച്ച ചോറാണ് ഇതിലേക്ക് എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ഇതൊരു 3 പേർക്ക് കഴിക്കുന്നതിനുള്ള അളവാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 ലെമണാണ് എടുത്തിട്ടുള്ളത്. ഒരാളിന് 1 ലെമൺ എന്നുള്ള കണക്കിനാണ് എടുക്കുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യണം. ഓൺ ചെയ്തിട്ട് ചെറു തീയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ ചോറ് രണ്ടായിട്ട് പൊട്ടി പോവാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അടിഭാഗം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരുന്നൊരു സാധനമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് ഇത് ട്രൈ ചെയ്തു. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെ ആമിക്കൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും വ്ളോഗിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കൊണ്ടുപോകാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എനിക്കൊരു കമൻറ്റും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ട്രാവൽ ടൈമിൽ 2-3 ദിവസമൊക്കെ ഇത് വെച്ചേക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഞാനിന്ന് പൊട്ടറ്റോ ഫ്രൈ ആണ് എടുത്തേക്കുന്നത്. എന്ത് തരത്തിലുള്ള തോരനോ മെഴുക്ക് വരട്ടിയോ വേണമെങ്കിലും ഈ ലെമൺ റൈസിൻ്റെ കൂടെ നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു കറി ഇല്ലെങ്കിലും കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ചിപ്സോ അല്ലെങ്കിൽ മിച്ചറോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കഴിക്കാം. ഞങ്ങൾ എപ്പോഴും പൊട്ടറ്റോ ഫ്രൈ ആണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത 3rd ഡേയിലെ റെസിപ്പി നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ തൈര് സാദമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു വെറൈറ്റി റൈസാണ്. രാവിലെ തന്നെ ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ തൈര് സാദത്തിന് വെക്കുമ്പോഴത്തേക്കും ചോറ് നന്നായിട്ട് വേവിച്ച് ഇതുപോലെ നല്ല ഉടച്ചെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് തൈര് സാദം ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ ചൂട് ചോറിനെ തന്നെ നല്ല പോലെ ഒന്ന് ഉടച്ച് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ആദ്യമേ അതങ്ങ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ താളിപ്പ്
തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി നമ്മളൊരു തട്ക പാൻ എടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ തൈര് സാധം ചെയ്യുമ്പോൾ എപ്പോഴും റിഫൈൻഡ് ഓയിൽ തന്നെയാണ് നല്ലത് കേട്ടോ. നെയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, പക്ഷേ നെയ്യിൽ ചെയ്യുന്നേക്കാളും ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ചെയ്യുന്നതാണ് നല്ലത്. എന്നിട്ട് കടുക് ഇട്ട് പൊട്ടിക്കാം. അതിലേക്ക് പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൊരിയിച്ചെടുത്ത് വെക്കാം. ഇനി അതിലേക്ക് ഒരു നുള്ളു കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ചേർത്താലാണ് തൈര് സാധത്തിന് അതൊരു ഓതന്റിക് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് സൈഡിലേക്ക്. ഇനി നമ്മളിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് സാധം ചെയ്യാനായിട്ട് എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ നിങ്ങൾ ചോറ് നന്നായിട്ട് ഉടച്ച് എടുത്ത് വെച്ചേക്കണം. ചോറിന്റെ ചൂട് നല്ലപോലെ പോയതിന് ശേഷം മാത്രമേ തൈര് മിക്സ് ചെയ്യാവുള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യമേ നമ്മളത് ചെയ്ത് മാറ്റി വെച്ചിട്ട് ബാക്കി പണികൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചോറ് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ഫാനിന്റെ ചോട്ടിൽ കൊണ്ടുപോയി വെക്കാം. ഇനിയിപ്പോൾ നന്നായിട്ട് വേവാത്ത ചോറാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് എടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് പുളിപ്പില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സാധാരണ തൈര് സാധം ഉണ്ടാക്കുമ്പോൾ അരക്കപ്പ് തൈരിന് ഒരു അരക്കപ്പോളം അല്ലെങ്കിൽ ഒരു 1/4 കപ്പോളം എങ്കിലും ചെറു ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ പാല് ചേർക്കുന്നില്ല കേട്ടോ, കാരണം നമ്മുടെ തൈര് ഇന്ന് രാവിലെ മേടിച്ച തൈരാണ്, നല്ല ഫ്രഷ് തൈരാണ്, അതിൽ അധികം പുളിപ്പില്ലാത്ത തൈരാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ തൈര് മാത്രമാണ് ചേർക്കുന്നത്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് തൈര് ചേർത്തിട്ട് ബാക്കിയുള്ളത് ചെറു ചൂടുള്ള പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഈ താളിപ്പും ചേർത്ത് കൊടുത്ത് ഇളക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് തൈര് സാധം ചെയ്യേണ്ടത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് പൂർണ്ണമായിട്ടുള്ള തൈര് സാധം ആവണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പോമഗ്രനേറ്റ് ഇല്ലേ, മാതളം, അതിങ്ങനെ ഇട്ട് കൊടുക്കണം, അതിൻ്റെ അല്ലികൾ. അപ്പം ആമിക്ക് അത് കഴിക്കാനായിട്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. ഇതിനകത്ത് ചിലരാണെങ്കിൽ നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ, ഇവിടുത്തെ തമിഴ് ബ്രാഹ്മിൺസിന്റെ കല്യാണത്തിന് പോകുമ്പോൾ തൈര് സാധത്തിനകത്ത് മാംഗോ, അതുപോലെ ആപ്പിള്, മാതളം, പിന്നെ മുന്തിരി ഇതൊക്കെ ഇട്ടേക്കുന്ന കാണാം. അപ്പോൾ കുറച്ച് റിച്ച് ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്ത് ഒരു മാങ്ങ അച്ചാറോ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പൊട്ടറ്റോ ഫ്രൈ ആണ് ഇതിന് സൈഡ് ഡിഷ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കാൻ നേരം ആയപ്പോഴത്തേക്കും കുറച്ച് മാതളം ഇതിലേക്ക് പൊളിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആണ്, നല്ലപോലെ വയറ് ഫില്ലാവുകയും ചെയ്യും. അതുപോലെ തന്നെ വയറിന് നല്ല സുഖം തോന്നിക്കും. നമുക്ക് ഡിസെൻട്രി പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വയറിന് എന്തെങ്കിലും അപ്സെറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വയറുവേദനയോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തൈര് സാധം കഴിക്കുന്നത് നല്ലതായിരിക്കും. അടുത്തത് തക്കാളി ചോറാണ്, അതായത് ടൊമാറ്റോ റൈസ്. ഡേ 4 നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുക്കറിലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും അങ്ങനെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. പിന്നെ പെരുംജീരകവും കറിവേപ്പിലയും കൂടി ഇട്ട് പൊട്ടിക്കാം. സാധാരണ തക്കാളി ചോറിന്റെ യഥാർത്ഥ റെസിപ്പിയിൽ ഗരം മസാലകൾ ഒന്നും തന്നെ ചേർക്കത്തില്ല, വെറുതെ കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ കൂടുതൽ പരിഷ്കരിച്ച് നമ്മൾ കൂടുതൽ ഗരം മസാലയൊക്കെ ഇട്ടിട്ടൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടല്ലേ. അപ്പം ഞാൻ എല്ലാ മസാലയും ചേർക്കാറില്ല. ഇതുപോലെ പെരുംജീരകം മാത്രം ഇട്ട് പൊട്ടിക്കും. അത് കഴിഞ്ഞിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സവോളയും ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുറച്ച് ഉപ്പിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 മീഡിയം സൈസ് തക്കാളി മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചതാണ് ചേർക്കുന്നത് കേട്ടോ. തക്കാളി വേണമെന്നുണ്ടെങ്കിൽ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. പക്ഷെ നമ്മൾ സ്ലൈസ് ചെയ്ത് ചേർക്കുമ്പോൾ തക്കാളിക്ക് അകത്തുള്ള ഒരു തൊലി ഉണ്ടല്ലോ, അതിങ്ങനെ നമ്മൾ ലാസ്റ്റ് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും തൊലി ഇങ്ങനെ പുറത്ത് വന്ന് കിടക്കും. അത് കുട്ടികൾക്ക് കാണാനും കഴിക്കാനും ഒന്നും ഇഷ്ടം കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അരച്ച് ചേർക്കണം. വെള്ളം ചേർക്കാതെ അരച്ച് ചേർത്തിട്ട് നല്ലപോലെ ഇതിന്റെ പച്ചവാട പോകുന്ന വരയ്ക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികളായിട്ട് ചേർക്കുന്നത് 3 കാര്യങ്ങളാണ്. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഗരം മസാല. കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് ഞാൻ താഴെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഗരം മസാല 1 ടീസ്പൂണിൽ താഴെയൊക്കെ ചേർത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം മസാലയുടെ മണം വേണം അല്ലെങ്കിൽ ടേസ്റ്റ് വേണം എന്നുള്ള അനുസരിച്ച് ചേർക്കാം. കാരണം നമ്മൾ ഓൾറെഡി അതിനകത്ത് പെരുംജീരകം ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള മണം കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിനനുസരിച്ചുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ബാസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് രാവിലെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് വെള്ളമൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബാസ്മതി റൈസിൽ നമ്മൾ ടൊമാറ്റോ റൈസ് ചെയ്യുമ്പോൾ നല്ലൊരു ബിരിയാണിയുടെ സ്മെല്ല് കിട്ടും. അതുപോലെ തന്നെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് തക്കാളി ചോറ് ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ പൊന്നി റൈസിൽ ചെയ്യാറുണ്ട്. ഇതേ തക്കാളി
റൈസ് തന്നെ നമുക്ക് നേരത്തെ നമ്മൾ കാണിച്ച പോലെ ലെമൺ റൈസ് ചെയ്തില്ലേ, അതുപോലെ നമുക്ക് ചെയ്യാം കേട്ടോ. 1 പോട്ട് റെസിപ്പി ആയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ കുക്കറിൽ വെക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ബാസ്മതി റൈസ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ഗ്ലാസോളം ഇളം ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെറൈറ്റി റൈസ് ഒക്കെ ചെയ്യുമ്പോൾ പച്ചവെള്ളം ഒഴിക്കരുത്, അതിൻ്റെ ആ ഒരു ഡിഷിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. അതുകൊണ്ടാണ് ഇളം ചൂടുള്ള വെള്ളം ചേർക്കാൻ പറയുന്നത്. ഇപ്പോൾ ഒരു 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് ഉപ്പ്, കുറച്ചധികം തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണം. കാരണം ഈ റൈസിൽ എല്ലായിടത്തും ഒന്ന് പിടിച്ച് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് എപ്പോഴും കുക്കർ നമ്മൾ ക്ലോസ് ചെയ്യേണ്ടത് ഇട്ടേക്കുന്ന അരിയും വെള്ളവും കൂടി ഒരുമിച്ച് തിളച്ചതിന് ശേഷം മാത്രമാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് കുറച്ച് മല്ലിയില ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല, കാരണം ആമിക്ക് അതിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ല. ഇനി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചൊരു 2 വിസിൽ കേൾപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് ആവിയെല്ലാം പോയതിന് ശേഷം, പ്രഷറെല്ലാം പോയതിന് ശേഷമാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ടയൊക്കെ പുഴുങ്ങിയത് ചേർക്കാം, പിന്നെ സാലഡ് ചേർത്ത് അങ്ങനെ കഴിക്കാം, പിന്നെ ഒരു പപ്പടം. നമ്മുടെ തമിഴ്നാട്ടിലെ ബിരിയാണി പോലെ ഇരിക്കും. നമുക്ക് ഇത് തക്കാളി സാദം ആണെന്ന് പോലും അറിയത്തില്ല കേട്ടോ, ഈ ബാസ്മതി റൈസ് ആയ കാരണം കൊണ്ട്. ഞങ്ങൾ ചിലപ്പോൾ ബാസ്മതി റൈസിലും ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ പൊന്നി റൈസിലും ചെയ്യാറുണ്ട്. പൊന്നി റൈസിലാണെങ്കിൽ 2.5 ഗ്ലാസ് വെള്ളം എടുക്കണം, 3 വിസിലും കേൾപ്പിക്കണം. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിക്കാനായിട്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ഒരു വെറൈറ്റി റൈസും ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേവുന്നത് എല്ലായിടത്തും ഒരുപോലെ ആവത്തില്ല, ചോറ് ചിലതെല്ലാം വേവാതെ കിടക്കും. പിന്നെ ഇന്ന് ഞാൻ എഗ് പ്ലാന്റിൻ്റെ വലിയ കത്തിരിക്കയില്ലേ, അതിൻ്റെ ഫ്രൈ ആണ് കൊടുക്കുന്നത് സൈഡ് ഡിഷായിട്ട്. ഞാനിപ്പോൾ ഇന്ന് തൈര് സാലഡോ ഒന്നും കൊടുക്കുന്നില്ല, ടാമിക്ക് ചെറിയൊരു കോൾഡ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് തക്കാളി സാദം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടി ആയിരുന്നു കേട്ടോ, നമ്മുടെ ഐശ്വര്യ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കാണിച്ചത്. ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തത് നമ്മൾ ഒരു ഡിന്നർ റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ലഞ്ചായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇഡ്ഡലി എഗ് മസാലയാണ് കേട്ടോ. ഇത് ഞാൻ വീട്ടിലിടയ്ക്കിടയ്ക്ക് മോൾക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ കുറച്ച് ഇഡ്ഡലി നമ്മൾ തലേ ദിവസം ഉണ്ടാക്കിയത് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമേ തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി നമ്മൾ അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് പെരുംജീരകവും നല്ല ജീരകവും ചേർക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കുറച്ച് ഇഞ്ചി ചതച്ചത്, 1 ഇഞ്ചോളം ഇഞ്ചിയാണ് അത് ചതച്ച് വെച്ചതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ക്യൂബ് സൈസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. സവാള നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ക്യൂബ് സൈസിൽ കട്ട് ചെയ്യാനുള്ള കാരണം ഇഡ്ഡലിയും ഞാൻ ആ ഒരു സൈസിലാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഒരു പച്ചമുളകാണ് ചേർക്കുന്നത്. മക്കൾക്ക് കൊടുക്കുന്നത് കൊണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇഞ്ചിയും സവാളയൊക്കെ വഴറ്റിയെടുക്കുക. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇഞ്ചി ചതച്ചത് മാത്രമാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയാണ് ചേർക്കുന്നത് കേട്ടോ. അളവ് ഞാൻ താഴെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പൊടികളുടെ അളവ് കൃത്യമായിട്ട് പറയാത്തതിൻ്റെ കാരണം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് വേണം പൊടികൾ ചേർക്കാനായിട്ട്. അതുകൊണ്ടാണ് കൃത്യമായ അളവ് ഞാൻ ഒരിക്കലും ഒരു വീഡിയോയിലും പറഞ്ഞു തരാത്തത് കേട്ടോ. എന്നാലും ഞാൻ താഴെ അളവ് എഴുതി കാണിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ഒന്ന് ക്യൂബായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം ഒന്ന് ഉടച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ തക്കാളി പേസ്റ്റ് ആയിട്ട് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ മുഴുവനായിട്ടാണ് ഇട്ട് കൊടുത്തത്. എങ്ങനെയാണെങ്കിലും തക്കാളി നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ഒരു 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ടയുടെ അളവ് നമുക്ക് ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുക്കാം. കൂടുതൽ മുട്ട ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുന്നുണ്ട്. മുട്ട വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സ്ക്രാമ്പിൾ ചെയ്ത് വേണമെങ്കിലും ചേർക്കാം. അത് നമുക്ക് 2-3 പാത്രത്തിലൊക്കെ കുക്ക് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടിയപ്പം വേണമെങ്കിൽ പൊടിച്ചിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ പുട്ടുണ്ടെങ്കിൽ അതിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ബ്രെഡിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇന്നിപ്പോൾ ഇഡ്ഡലിയാണ് എടുത്തിട്ടുള്ളത്. ഇഡ്ഡലി ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിതിലേക്ക് ഈ മുട്ടയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നല്ലോ, അതിലേക്ക് ഈ ഇഡ്ഡലി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൊരിച്ച് എടുക്കുന്നുണ്ട്. അവസാനമായിട്ട് ഇതിലേക്ക്
മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഇഡ്ഡലി ആണെന്ന് പോലും അറിയത്തില്ല കേട്ടോ, അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ മക്കൾക്ക് ട്രൈ ചെയ്ത് നോക്കൂ. സ്കൂളിൽ ലഞ്ചിന് ഇങ്ങനെ സ്നാക്സ് കൊടുത്തു വിടാൻ പറ്റുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് കൊടുത്തു വിടാം. തീരെ കുഞ്ഞു മക്കൾക്കൊക്കെ ആണെങ്കിൽ ഒത്തിരി ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ പുറത്തുനിന്ന് നൂഡിൽസും മറ്റുമൊക്കെ മേടിച്ച് കൊടുക്കുന്നേക്കാളും എത്രയോ നല്ലതാണ് ഈ ഒരു റെസിപ്പി. അതുപോലെ തന്നെ ഇതിന് പകരം ചപ്പാത്തിയിലും ചെയ്യാം കേട്ടോ. ഈ സെയിം റെസിപ്പി നമുക്ക് ഫോളോ ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 5 റെസിപ്പീസാണ് നമ്മൾ ഈ ഒരു ലഞ്ച് ബോക്സ് സീരീസിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അതുപോലെ തന്നെ മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാ റെസിപ്പിയും ട്രൈ ചെയ്തിട്ട് മറക്കാതെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണേ. നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.